ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിന് വലിയൊരു പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളുടെ സ്വപ്നം പോലെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഇത്രയും നാൾ നിന്റെ ജീവിതത്തിൽ വലിയ നിരാശകൾ ഉണ്ടായിട്ടുണ്ടോ? വലിയ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നിന്നോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി നിന്റെ ഊഴമാണ്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഈ ചെറിയ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള വചനം ഇതാണ്. 126 സങ്കീർത്തനം 1 വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ വലിയ വാക്കുകൾക്ക് നമ്മെ ചലിപ്പിക്കാൻ കഴിയും. ആ വലിയ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ള വലിയ അത്ഭുതമായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എവിടെ നിന്നാണ് വരുന്നത്? വചനം പറയുന്നു, പ്രവാസത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്. ഇനിയൊരു നല്ല കാലം ഉണ്ടാകുമോ എന്ന് വിധി എഴുതിക്കൊണ്ട് സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമാണല്ലോ. ഇനി എങ്ങനെ ഞാൻ എൻ്റെ നേട്ടങ്ങളെ നേടിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ മുൻപോട്ടുള്ള ജീവിതം നയിക്കുമെന്ന പ്രതിസന്ധികൾക്ക് നടുവിലും ഇതൊക്കെ ചിന്തിച്ചിട്ടും ദൈവം പറയുന്നു, നീ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിന്നോട് ദൈവത്തിന് പറയാനുള്ളത് ഇതാണ്: നീയും നിന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളെ വെല്ലുന്ന അതിശയം, അത്ഭുതം നീ കാണാൻ പോകുന്നു. എത്ര വലിയ പ്രതിസന്ധിയോ ആയിക്കോട്ടെ, എത്ര വലിയ വെല്ലുവിളികളോ ആയിക്കോട്ടെ, എത്ര വലിയ തകർച്ചകളോ ആയിക്കോട്ടെ, നിന്റെ സ്വപ്നത്തെക്കാൾ ഉപരിയുള്ള വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് നീ വലിയ കണ്ണുനീരിലൂടെയാകാം കടന്നു പോകുന്നത്, വലിയ നിരാശയിലൂടെയാകാം കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, നീ സ്വപ്നം കാണുന്നതിലും ഉപരി നന്മകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നു. അത് താൽക്കാലികമല്ല. നിന്റെ ജീവിതത്തിൽ ഉടനീളം നിന്റെ തലമുറകൾ അനുഭവിക്കുന്ന രീതിയിൽ, നിന്റെ ചുറ്റുമുള്ളവർ അതിശയകരമായി നോക്കുന്ന രീതിയിൽ വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നു. സഹോദരങ്ങളെ, ഇന്ന് നീ വചനത്തെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ: എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടുണ്ട്, അതിനുവേണ്ടി ഞാൻ സജ്ജമാകുകയാണ്. അങ്ങനെ നീ സജ്ജമാകുമ്പോൾ നിനക്ക് പോലും അതിശയകരമായ ഒരു വലിയ അത്ഭുതം നടക്കാനായി പോകുന്നു. ഈ വചനം നിങ്ങളോട് പറയുന്നത് പോലെ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെയും എൻ്റെ തലമുറകളുടെ മേലും ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുവാൻ പോവുകയാണ്. വചനം പറയുന്നത് പോലെ മോശ മുൻപോട്ട് കടന്നു വന്ന ചെങ്കടലിനെ 2 പിളർന്നു മാറ്റുമ്പോൾ ആ സമുദ്രത്തിലെ വെള്ളം വലിയൊരു മതിൽ പോലെ അങ്ങനെ നിലനിൽക്കുമ്പോൾ അങ്ങനെ അവർ മുൻപോട്ട് യാത്ര ചെയ്തു. പകലിൽ മേഘസ്തംഭം എന്തിന്? പകലിൽ നല്ല കൂളിങ്, അല്ലെങ്കിൽ സൂര്യൻ്റെ അത്യുഷ്ണം അവരെ ബാധിക്കാതിരിക്കാൻ. അതുപോലെ രാത്രിയിൽ അതേ മേഘസ്തംഭം അഗ്നിത്തൂണായി നല്ല വെളിച്ചത്തിൽ യാതൊരു വിധമുള്ള അനർത്ഥവും ശത്രുവും അടുത്തു വരാതെ മുൻപോട്ട് യാത്ര ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുണ്ട്. അവർക്ക് വലിയ സൈന്യമില്ല. പക്ഷേ പ്രബലന്മാരായ ഒരു രാജാവും അവരോട് യുദ്ധത്തിന് വന്നില്ല. എന്താണ് അതിന് കാരണം? അത്യുന്നതനാണ് അവരെ നയിച്ചു കൊണ്ട് വന്നത്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഈ വചനം എത്ര ശക്തമാണ്! നിന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ വന്നേക്കാം. എന്നിരുന്നാലും വലിയ മതിലുകൾ നിന്റെ മുൻപിൽ കെട്ടി നിർത്തിക്കൊണ്ട് നിന്റെ ഓരോ ചുവടുവെപ്പിലും, നിന്റെ കുടുംബത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും, നിന്റെ തലമുറകളുടെ ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ പക്ഷമുണ്ട്. നിങ്ങളുടെ നടപ്പിൽ വചനം പറയുന്നത് പോലെ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ ദൈവം പരിപാലിക്കും. നിന്റെ യാത്രകളിൽ കാണുന്ന ഇരുട്ടുകൾ, നിന്റെ ജീവിതത്തിൽ കാണുന്ന ഇരുട്ടുകൾ എല്ലാത്തിനും വലിയൊരു അഗ്നിത്തൂൺ നിങ്ങൾക്ക് പ്രകാശം നൽകും. ഒരു ശത്രുവും ഒരു പ്രതിസന്ധിയും നിന്നെ തട്ടാത്ത വിധത്തിൽ
നിന്നെ തൊടാത്ത വിധത്തിൽ നിന്റെ യാത്രയെ, നിന്റെ ചിന്തയെ, നിന്റെ ആഗ്രഹത്തെ നടപ്പാക്കുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഒരു ശത്രുവും നിന്റെ അടുക്കൽ വരികയില്ല. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തിരമാലകൾ അടിച്ചാലും അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം നിന്നെ സംരക്ഷിക്കും. സഹോദരങ്ങളെ, ഇന്ന് നാം വിശ്വസിക്കുക, നമ്മെ നയിക്കുന്നത്, നിന്നെ നയിക്കുന്നത് സർവശക്തനായ അത്യുന്നതനായ ദൈവമാണ്. നിന്റെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും, നിന്റെ വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും, നീ എത്ര വലിയ കുഴിയിൽ വീണുപോയാലും നിന്നെ പിടിച്ചു കയറ്റുവാൻ അത്യുന്നതനായ ദൈവം ഇറങ്ങി വരും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇന്ന് വലിയൊരു തീരുമാനമെടുക്കുക. വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായുള്ള വാതിൽ നീ തുറന്നു കൊടുക്കുക. നിന്റെ കുടുംബത്തെ തകർക്കുവാനോ, നിന്റെ ഭാവിയെ തകർക്കുവാനോ, നിന്റെ മക്കളുടെ ഭാവിയെ തകർക്കുവാനോ, നിന്റെ തലമുറകളെ നശിപ്പിക്കുവാനോ പിശാചിൻ്റെ തന്ത്രങ്ങൾ എത്ര വലുതായി പ്രവർത്തിച്ചിരുന്നാലും സർവശക്തനായ ദൈവം നിനക്ക് മീതെ വലിയൊരു കരം തണലായി ഉണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞേക്കാം. നീ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ പല ദിവസങ്ങളും ഉണ്ടായേക്കാം. നിന്റെ ജീവിതം ഇവിടെ നിന്നുപോയി എന്ന് നീ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു, നീ ആഗ്രഹിച്ചതിലും അപ്പുറം, നീ സ്വപ്നം കണ്ടതിലും അപ്പുറം വലിയൊരു അനുഗ്രഹം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ തലമുറകളുടെ മേൽ പ്രവർത്തിക്കാനായി പോകുന്നു. മോശയുടെയും ജനത്തിൻ്റെയും ജീവിതത്തിൽ അവർ സ്വപ്നം കാണുന്നത് പോലെയുള്ള അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടന്നുവെങ്കിൽ, ഇന്ന് ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, നീയും നിന്റെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് പോലെയുള്ളൊരു അത്ഭുതം നീ അനുഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ ജീവിതം ഇവിടെ തീരുന്നില്ല. നിന്റെ ജീവിതം ഇവിടെ തുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളും വിശ്വാസത്തോടെ വിളിച്ചു പറ, അവരെ പോലെ എനിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട പുറപ്പാടുണ്ട്. എനിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉയർച്ചയുണ്ട്. നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒക്കെ നടുവിൽ എനിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു മാന്യതയുണ്ട്. ആ മാന്യതയിലേക്ക് സകല ശാപത്തെയും പൊട്ടിച്ച്, സകല പ്രതിസന്ധികളെയും പൊട്ടിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പ്രവേശിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ വചനത്തെ പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിൽ അതിലും ശ്രേഷ്ഠമായ രീതിയിൽ അത് പ്രവർത്തിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിന് കാരണമായി തീരട്ടെ. നീ സ്വപ്നം കാണുന്നത് പോലെയുള്ള വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിന്റെ മക്കളുടെ ഭാവിയിന്മേൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിന്മേലുള്ള, നിന്റെ കുടുംബത്തിന്മേലുള്ള, നിന്റെ മക്കളുടെ മേലുള്ള പൈശാചിക കെട്ടുകൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്താൽ അവിടുന്ന് നിയന്ത്രിക്കപ്പെടട്ടെ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു വലിയ ജീവിതം, വലിയ നന്മ, വലിയൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായി പോകുന്നു. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.